ലേവ്യർ 27 അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയുക, ഒരുവൻ കർത്താവിന് സവിശേഷമായി നേർച്ച നേരുമ്പോൾ വ്യക്തികളെക്കുറിച്ചുള്ള നിന്റെ മതിപ്പ് മൂല്യമനുസരിച്ച് പുരുഷന് നീ മതിക്കുന്ന മൂല്യം ഇതായിരിക്കണം. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് നിന്റെ മതിപ്പ് വിശുദ്ധ സ്ഥലത്തെ ഷെക്കലനുസരിച്ച് 50 ഷെക്കൽ വെള്ളിയായിരിക്കണം. അത് സ്ത്രീയെങ്കിൽ നീ മതിക്കുന്ന മൂല്യം 30 ഷെക്കലായിരിക്കണം. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയെങ്കിൽ ആണിന് 20 ഷെക്കലും പെണ്ണിന് 10 ഷെക്കലുമായിരിക്കണം നിന്റെ മതിപ്പ് മൂല്യം. 1 മാസം മുതൽ 5 വയസ്സ് വരെയെങ്കിൽ ആണിന് നിന്റെ മതിപ്പ് മൂല്യം 5 ഷെക്കൽ വെള്ളിയും പെണ്ണിന് നിന്റെ മതിപ്പ് മൂല്യം 3 ഷെക്കൽ വെള്ളിയുമായിരിക്കണം. വയസ്സ് 60 അതിനു മേലെയോ ആണെങ്കിൽ പുരുഷന് 15 ഷെക്കലും സ്ത്രീക്ക് 10 ഷെക്കലുമായിരിക്കണം നീ മതിക്കുന്നത്. മതിപ്പ് മൂല്യത്തെക്കാൾ ഒരുവൻ ദരിദ്രനെങ്കിൽ അവനെ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ. പുരോഹിതൻ അവന് മൂല്യം നിശ്ചയിക്കണം. നേർച്ച നേർന്നവൻ്റെ വിഭവശേഷി അനുസരിച്ചാവണം പുരോഹിതൻ അവന് മൂല്യം നിശ്ചയിക്കേണ്ടത്. മൃഗഗണത്തിൽ നിന്നാണ് അവർ കർത്താവിന് കാണിക്ക സമർപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കർത്താവിന് നൽകുന്നതെല്ലാം വിശുദ്ധ വസ്തുവായിരിക്കും. അവൻ അതിനെ വച്ചുമാറരുത്. നല്ലതിനെ മോശമായതുകൊണ്ടോ മോശമായതിനെ നല്ലതുകൊണ്ടോ വച്ചുമാറരുത്. മൃഗത്തെ മൃഗം കൊണ്ട് വെച്ചുമാറിയാൽ തന്നെ അതും അതിൻ്റെ പകരവും വിശുദ്ധ വസ്തുവായിരിക്കും. സമർപ്പിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും മലിന മൃഗത്തിൽ നിന്നാണ് കർത്താവിനുള്ള കാണിക്കയെങ്കിൽ ആ മൃഗത്തെ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കണം. പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് വിലയിരുത്തണം. നീ നിർണയിക്കുന്ന മതിപ്പ് വില തന്നെ ആയിരിക്കട്ടെ പുരോഹിതൻ നിർണയിക്കുന്നതും. അതിനെ വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ നീ മതിക്കുന്ന വിലയോട് അതിൻ്റെ 5 കൂടി അവൻ ചേർക്കണം. ഒരുവൻ തൻ്റെ ഭവനം കർത്താവിന് വിശുദ്ധമായി പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് വിലയിരുത്തണം. പുരോഹിതൻ അതിന് മതിക്കുന്നതെങ്ങനെയോ അങ്ങനെ നിലനിൽക്കും. പ്രതിഷ്ഠിച്ചവൻ തൻ്റെ വീട് വീണ്ടെടുക്കുന്നെങ്കിൽ നിന്റെ മതിപ്പ് വിലയുടെ 5 കൂടി അതിനോട് അവൻ ചേർക്കണം. അപ്പോൾ അത് അവൻ്റേതാകും. ഒരാൾ തൻ്റെ അവകാശമായ വയലിൻ്റെ ഭാഗം കർത്താവിനായി നീക്കിവയ്ക്കുകയാണെങ്കിൽ അതിനുള്ള വിത്തിൻ്റെ അളവനുസരിച്ചായിരിക്കണം നീ മതിക്കുന്ന വില. 1 ഹോമർ യവത്തിന് 50 ഷെക്കൽ വെള്ളി. ജൂബിലി വർഷം മുതൽ ഒരുവൻ തൻ്റെ വയൽ നീക്കിവയ്ക്കുകയാണെങ്കിൽ നീ മതിക്കുന്ന വില തന്നെ നിലനിൽക്കും. എന്നാൽ ജൂബിലിക്ക് ശേഷമാണ് അവൻ തൻ്റെ വയൽ നീക്കിവയ്ക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വർഷം വരെ ശേഷിക്കുന്ന വർഷങ്ങൾക്കനുസരിച്ച് പുരോഹിതൻ അതിന് തുക കണക്കാക്കണം. അത് മതിപ്പ് വിലയിൽ നിന്ന് കുറയും. വയൽ പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിന്റെ മതിപ്പ് പണത്തിൻ്റെ 5 അതിനോടുകൂടെ ചേർക്കണം. അപ്പോൾ അത് അവൻ്റേതായി നിലനിൽക്കും. എന്നാൽ അവൻ വയൽ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അഥവാ ആ വയൽ മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അത് പിന്നീട് വീണ്ടെടുക്കപ്പെടാവുന്നതല്ല. ജൂബിലി വേളയിൽ ആ വയൽ വിടുതലാകുമ്പോൾ അത് ഒഴിഞ്ഞുവെച്ച വയൽ പോലെ കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായിരിക്കും. അതിൻ്റെ അവകാശം പുരോഹിതന് ആയിരിക്കും. ഒരുവൻ തൻ്റെ പൂർവാവകാശമായ വയലിൻ്റെ ഭാഗമല്ല, പ്രത്യുത സ്വസമ്പാദ്യമായ വയലാണ് കർത്താവിന് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ ജൂബിലി വർഷം വരെ കണക്കുകൂട്ടി പുരോഹിതൻ അവന് വേണ്ടി മതിപ്പ് വില നിർണയിക്കണം. അന്ന് തന്നെ അവൻ മതിപ്പ് വില കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായി നൽകണം. നിലത്തിൻ്റെ ഉടമയായിരുന്നവനിലേക്ക്, അതായത് ഒരുവൻ അത് ആരിൽ നിന്ന് വാങ്ങിയോ അവനിലേക്ക് ജൂബിലി വർഷത്തിൽ വയൽ തിരികെ എത്തും. എല്ലാ മൂല്യനിർണയവും വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരമായിരിക്കണം. 20 ഗേരയാണ് 1 ഷെക്കൽ. മൃഗഗണത്തിൽ കർത്താവിനായി കടിഞ്ഞൂൽ സമർപ്പിക്കപ്പെടേണ്ട ആദ്യജാതനെ ആരും പ്രതിഷ്ഠിക്കേണ്ടതില്ല. കാളയായാലും ആടായാലും അത് കർത്താവിനുള്ളതാണ്. മലിനമൃഗമാണെങ്കിൽ നീ മതിക്കുന്ന വിലയോട് അതിൻ്റെ 5 കൂടി ചേർത്ത് പരിത്രാണം ചെയ്യാം. വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ നിന്റെ മതിപ്പ് വിലയിൽ വിൽക്കപ്പെടണം. മനുഷ്യനിലും മൃഗത്തിലും തൻ്റെ അവകാശമായ വയലിലും നിന്ന് തനിക്കുള്ള എന്തിലും നിന്ന് ഒരുവൻ കർത്താവിന് വിധേയമായി ഒഴിഞ്ഞുവച്ചതൊന്നും വിൽക്കപ്പെടരുത്, വീണ്ടെടുക്കപ്പെടുകയുമരുത്. ഒഴിഞ്ഞുവച്ചതെല്ലാം കർത്താവിന് അതിവിശുദ്ധമാണ്. മനുഷ്യനിൽ നിന്ന് ഉന്മൂലനാചാരവിധേയനാകേണ്ട ഒരു നിഷിദ്ധനും പരിത്രാണം ചെയ്യപ്പെടരുത്. അവൻ തീർച്ചയായും വധിക്കപ്പെടണം. ദേശത്തിൻ്റെ വിത്തിൽ നിന്നും വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നുമുള്ള ദേശത്തിൻ്റെ ദശാംശം മുഴുവൻ കർത്താവിൻ്റേതാണ്. അത് കർത്താവിനുള്ള വിശുദ്ധ വസ്തുവാണ്. ഒരുവൻ തൻ്റെ ദശാംശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ഒരുമ്പെടുന്നെങ്കിൽ
അതോടൊപ്പം 5 കൂടി ചേർക്കണം. ആടുമാടുകളുടെ ദശാംശം മുഴുവൻ ദണ്ടിൻ്റെ കീഴിൽ കടന്നു പോകുന്ന ഓരോ 10ാമത്തേതും കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായിരിക്കും. നല്ലതും ചീത്തയും തമ്മിൽ ഭേദം കൽപ്പിക്കേണ്ടതില്ല, അതിനെ വച്ചുമാറേണ്ടതുമില്ല. അഥവാ വച്ചുമാറുന്നെങ്കിൽ തന്നെ അതും അതിൻ്റെ പകരവും വിശുദ്ധ വസ്തുവായിരിക്കും, അത് വീണ്ടെടുക്കപ്പെട്ടുകൂടാ. കർത്താവ് സീനായി മലയിൽ വെച്ച് ഇസ്രായേല്യരെ കരുതി മോശയെ അനുശാസിച്ച കൽപ്പനകളാണ് ഇവ.